السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله صلى الله عليه وسلم وآله وصحبه أجمعين. ഹാഫിദ് ഓതിയ ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? സൂറത്ത് സ്വാദിലെ ഏതാനും ആയത്തുകളാണ് ഓതിയത്. വദ്കുർ അബ്ദന അയ്യൂബ് ഇത് നാദാ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ് ഉർഖുലു ബിരിജ്ലിക ഹാദാ ശറാബുൻ ഹാദാ മുഗ്തസലും ബാരിദും വശറാബ്. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റിയിട്ടുള്ള വിശുദ്ധ ഖുർആനിലുള്ള ഏതാനും ആയത്തുകളാണ് ഓതിയത്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹു തആല റോമിലാണ് അദ്ദേഹത്തെ പ്രവാചകനായിട്ട് അയച്ചത്. ധാരാളം കുതിരകളും ഒട്ടകങ്ങളും കഴുതകളും ആടുകളും ഒക്കെയായി നല്ല സമ്പന്നരായൊരു വ്യക്തിയായിരുന്നു അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. അതിൻ്റെ ഒക്കെ പുറമെ 500-ലധികം അടിമകളും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനുണ്ടായിരുന്നു. വ്യാപകമായ കൃഷിയും അയ്യൂബ് നബിക്കുണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടായിട്ടും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സദാസമയം ഈ നിഅ്മത്തുകളൊക്കെ തന്ന റബ്ബിന് ശുക്റിലായി ഇബാദത്തിലായി കൂടുകയാണ്. ഈ സൗകര്യങ്ങളൊന്നും ഇബാദത്തിൽ നിന്ന് അദ്ദേഹത്തെ വഴിമാറ്റിയില്ല എന്നടക്കം. അങ്ങനെ ഇത് നോക്കി കാണുകയാണ് ഇബ്ലീസ്. ഇബ്ലീസിന് ഇത്ര പ്രയാസം, ഇങ്ങനെയെല്ലാം ദുന്യാവിൽ കൊടുത്തിട്ട് ആ ദുന്യാവിന്റെ പിന്നാലെ പോകാതെ സദാസമയം ഇബാദത്തിലും ശുക്രിലുമായിട്ട് കഴിയുന്ന ഒരു അടിമ. ആകാശലോകത്തിന്റെ പരിസരത്തിലൂടെ ഇബ്ലീസ് സഞ്ചരിക്കുമ്പോ അവിടെ മലക്കുകൾക്കിടയിലും ചർച്ച ഇത് തന്നെ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഇത്രയൊക്കെ സൗകര്യങ്ങൾ കൊടുത്തിട്ടും ഈ രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്നതാണ് മലക്കുകൾക്കിടയിലും ചർച്ച. അപ്പോൾ ഇബ്ലീസ് തന്നെ അള്ളാഹുവിനോട് പറഞ്ഞു, ലവിബ്തലൈത ലറജഅ അൻ തഅതിക വഇബാദതിക. നിങ്ങൾ അവനെ പരീക്ഷിച്ചാൽ, അയ്യൂബിനെ നിങ്ങൾ പരീക്ഷിച്ചാൽ ഈ ഇബാദത്തും ഈ ശുക്റൊക്കെ അന്ന് നിർത്തും. ഈ മുതലുകളും സംവിധാനങ്ങളും നിലനിൽക്കാൻ വേണ്ടിയാണ് മൂപ്പര ഇബാദത്ത്. നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്ക്, അത് നിർത്തുമെന്ന് റബ്ബിനോട് പറഞ്ഞപ്പോ അള്ളാഹുവിനറിയാലോ അള്ളാഹുവിന്റെ അടിമയെ പറ്റിയിട്ട്. അപ്പോ അള്ളാഹു പറഞ്ഞു, എന്നാൽ മുതലിന്റെ മേലിൽ നിന്നെ അധികാരം നടത്തിയിരിക്കുന്നു. അയ്യൂബിന്റെ മുതൽ കൊണ്ട് നിനക്കെന്തും ചെയ്യാം എന്ന് അല്ലാഹു തആല ഒരധികാരം ഇബ്ലീസിന് കൊടുത്തു. ഈ സംഭവമാണ് അള്ളാഹു ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. വദ്കുർ അബ്ദന അയ്യൂബ്, നമ്മുടെ അടിമ അയ്യൂബിനെ ഒന്ന് ഓർക്കണം നബിയേ. അള്ളാന്റെ ആ പ്രയോഗം തന്നെ ചിന്തിക്കണം. നമ്മളെ അടിമ എന്ന് അള്ളാ ഒരാളെ പറ്റി പറയുമ്പോ അതെന്താ ആ വാക്കിന്റെ അർത്ഥം? ഇപ്പൊ ഉമ്മ എന്റെ മോനെ എന്ന് പറയാണ്, അതൊരു സ്നേഹത്തിന്റെ വാക്കാണ്. ശരിയായൊരു അബ്ദായിട്ട് അയ്യൂബ് നബിനെ ആര് അംഗീകരിച്ചിട്ടുണ്ട്? അള്ളാഹു അംഗീകരിച്ചിട്ടുണ്ട്. യജമാനനെ ശരിക്ക് പാദസേവ ചെയ്യുമ്പോഴേ യജമാനൻ ഒരാളെ അടിമയായിട്ട് കാണുള്ളൂ. അപ്പൊ നമ്മുടെ അടിമ അയ്യൂബിനെ ഒന്ന് ഓർക്കണം നബിയെ. നമ്മളെ നബിയോട് അള്ളാഹു പറയാണ്. അബ്ദ് എന്ന് അള്ളാഹു തആല ഒരാളെ പറയുകയാണെങ്കിൽ അതാണ് വലുത്. റസൂലിനേക്കാൾ വലിയ സ്ഥാനം അബ്ദിനാണ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അബ്ദുഹു വ റസൂലുഹു എന്ന് ആദ്യം അബ്ദിനെ പറയുന്നത്. അതാണ് നമ്മുടെ നബിക്ക് തന്നെ പ്രധാനപ്പെട്ട സംഗതികൾ അള്ളാഹ് ചെയ്തപ്പോ അല്ലാഹു തആല അബ്ദിന ഉപയോഗിക്കുന്നത്. അൻസൽന അലാ അബ്ദിന, നമ്മുടെ അബ്ദിനാണ് ഖുർആൻ ഇറക്കി കൊടുത്തത് എന്ന്. ഇസ്രാ മിഅ്റാജിന്റെ സംഭവം പറഞ്ഞപ്പോ അസ്റാബി അബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം, അടിമയെയാണ് ഇസ്രായിന് കൊണ്ടുപോയത്. അപ്പൊ അള്ളാഹ് ഒരാളെ അടിമയാണ് എന്ന് തുറന്നു പറഞ്ഞാൽ അതാണ് അദ്ദേഹത്തിന് കിട്ടുന്ന വലിയ പവർ.
ഇരിക്കട്ടെ, അള്ളാഹു പറയാണ് വദ്കുർ അബ്ദന അയ്യൂബ്, നമ്മുടെ അടിമ അയ്യൂബിനെ ഒന്ന് ഓർക്കണം നബിയെ. ഇത് നാദാ റബ്ബഹു, അയ്യൂബ് റബ്ബിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് എന്താ പറയുന്നത്? ഇന്നി മസ്സനിയ ശൈത്താനു ബിനുസുബിൻ വ അദാബ്, എനിക്ക് രോഗവും പീഡനവും ശൈത്താൻ തന്നിട്ടുണ്ട് എന്ന്. അത് കണ്ടോ, എല്ലാം കൊടുക്കുന്നത് ആരാണ്? അള്ളാഹുവാണ്. പക്ഷെ അള്ളാഹുവിലേക്ക് അത് ചേർക്കാൻ ഒരു പ്രയാസം. കാരണം എന്നോട് അത്രക്ക് ഇഷ്ടമുള്ള ആളാണല്ലോ അള്ളാഹ്. അപ്പൊ ഇത്തരം മോശമായ സംഗതികൾ അള്ളാഹുവിലേക്ക് ചേർക്കണ്ട. ഇതിനൊക്കെ കാരണമായി പ്രവർത്തിച്ചത് ആരാണ്? ഷൈത്താനല്ലേ. അതുകൊണ്ട് ആ വിഷയം അത് ഷൈത്താന്റെ അക്കൗണ്ടിൽ ഇടുക എന്ന നിലക്ക് മൂപ്പര് പറയാ. അള്ളാഹു പറയുന്നു അന്നീ മസ്സനി, അയ്യൂബ് നബി പറയുന്നു അന്നീ മസ്സനിയ ശൈത്താനു ബിനുസുബിൻ വ അദാബ്, എനിക്ക് അസുഖവും പീഡനവും ഒക്കെ ഷൈത്താൻ തന്നിരിക്കുകയാണ്. ഇതാണ് സംഭവം ഉണ്ടായത്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുതലിൽ അധികാരം നടത്താൻ വേണ്ടി പിശാചിനെ ഏൽപ്പിച്ചപ്പോൾ ആദ്യം ഒട്ടകത്തെയും അതിനെ നോക്കുന്ന ആളുകളെയും കൊടുന്ന് കത്തിച്ചു. ഒട്ടകം കത്തിച്ച വിവരം ഇബ്ലീസ് തന്നെയാണ് വേറൊരാളായി രൂപപ്പെട്ട് അയ്യൂബ് നബിയെ അറിയിക്കുന്നത്. അയ്യൂബെ, നിന്റെ ഒട്ടകം മുഴുവൻ പോയി. അപ്പൊ പറഞ്ഞു അൽഹംദുലില്ലാ, അല്ല തന്നു, അല്ല തിരിച്ചെടുത്തു, അതിൽ പ്രയാസമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നീട് ആടുകളെയും കൃഷികളെയും മൊത്തം നശിപ്പിച്ചു ഇബ്ലീസ്. എന്നിട്ട് വീണ്ടും വന്നിട്ട് പറഞ്ഞു നിന്റെ സ്വത്ത് മുഴുവനും പോയിട്ടുണ്ട് എന്ന്. അപ്പോഴും മൂപ്പര് പറഞ്ഞു അൽഹംദുലില്ലാ, ഇതൊന്നും ഈ ഭൂമിയിൽ ഞാൻ വരുമ്പോ ഉണ്ടായിട്ടില്ല. ഒന്നുമില്ലാതെ വന്ന ഇവിടെ വെച്ച് അല്ല എനിക്ക് തന്നതാണ്. അല്ല തന്ന സാധനം അള്ളാഹ്ക്ക് തിരിച്ചെടുക്കാലോ. അല്ല വാങ്ങുമ്പോൾ അത് തരൂലെന്ന് പറയാൻ പറ്റൂലല്ലോ. അൽഹംദുലില്ലാ, അതിൽ സന്തോഷമേ ഉള്ളൂ എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീണ്ടും. ഇബ്ലീസ് ആകെ ടെൻഷനായി. ഇങ്ങനത്തെ ഒരു മനുഷ്യന്റെ അടുത്തപ്പ ഞാൻ വന്നത്. ഈ നേരെ ഇബ്ലീസ് പോയി വീണ്ടും അള്ളാഹുവിനോട് ചോദിച്ച്, എന്നാ സല്ലിത്തിനി അല ഔലാദിഹി, അയ്യൂബിന്റെ മക്കളുടെ മേലൊരു അധികാരം എനിക്ക് തരണം എന്ന് പറഞ്ഞു. അപ്പോ അള്ളാഹു തആല പറഞ്ഞു എന്നാ മക്കളുടെ മേൽ അധികാരം തന്ന് മക്കൾ ഉറങ്ങുന്ന ആ ഒരു വീട്, മക്കളും അയ്യൂബ് നബിയും ഉറങ്ങുന്ന ആ വീട് അങ്ങനെ അവരുടെ മേലിൽ മറിച്ചിട്ട് കുട്ടികളൊക്കെ മരിച്ചു. അയ്യൂബ് നബിക്ക് നല്ല പരിക്കുമുണ്ടായി. അങ്ങനെയാണ് അടുത്തത് ഇബ്ലീസിന്റെ റോള്. ഒരു അധ്യാപകന്റെ രൂപത്തിൽ, ഒരു ഉപദേശകന്റെ രൂപത്തിൽ വികാരപരമായിട്ട് ഈ മക്കൾ മരിച്ച രംഗം അയ്യൂബ് നബിയുടെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോ അയ്യൂബ് നബിക്ക് സങ്കടായി. യാ ലൈത ഉമ്മീ ലം തലിദിനി, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു എന്നറിയാതെ പറഞ്ഞു പോയപ്പോ ഇബ്ലീസിന് നല്ലൊരു സന്തോഷം കിട്ടി. കാരണം മനസ്സ് ഇളക്കാൻ പറ്റി. അപ്പോഴേക്ക് അള്ളാഹുവിന്റെ വഴി വന്ന് അത് ഇബ്ലീസാണ് ട്ടോ, ശ്രദ്ധിക്കണം അയ്യൂബേ എന്നുള്ള അള്ളാഹുവിന്റെ മെസ്സേജ് വന്നപ്പോഴേക്ക് മൂപ്പര് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലി. വീണ്ടും മൂപ്പര് ഇബാദത്തിൽ തന്നെ. അങ്ങനെ അവസാനം ഇബ്ലീസ് വീണ്ടും അള്ളാഹുവിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എന്നാ സല്ലിത്തിനി അലാ നഫ്സിഹി, മൂപ്പരെ ശരീരത്തിന്റെ മേലൊരു അധികാരം നടത്താൻ എനിക്ക് തരണം, സൗകര്യം ചെയ്തു തരണം. അപ്പൊ അള്ളാഹ് പറഞ്ഞു നാവും കൽബും ബുദ്ധിയും, ഇത് മൂന്നുമല്ലാത്തതിൽ എന്തും നിനക്ക് ചെയ്യാം എന്ന്. തിരിച്ചു വന്ന ഇബ്ലീസ് കാണുന്നത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദ് ചെയ്യുന്ന രംഗമാണ്. സുജൂദിൽ കടക്കുന്ന അയ്യൂബ് നബിയുടെ മൂക്കിലേക്ക് അവൻ ഊതി എന്നും ശരീരം ഒട്ടാകെ വീർത്തു എന്നും ശരീരത്തിൽ കുരുകളും വ്രണങ്ങളും രൂപപ്പെട്ടു എന്നും ചരിത്രം പറയുന്നു. ഇബ്ലീസിന്റെ ആ ഊത്തുകൊണ്ട് ആ കുമിളകളും വ്രണങ്ങളും പൊട്ടി. അത് ചൊറിഞ്ഞപ്പോൾ നഖം കൊണ്ട് ചൊറിഞ്ഞു. നഖം പിന്നീട് കൊഴിഞ്ഞു വീണപ്പോൾ വസ്ത്രം കൊണ്ട് തുടച്ചു. പിന്നെ അതുകൊണ്ടും നിൽക്കാതെയായപ്പോ കല്ലുകൾ ഉപയോഗിച്ച് ശരീരം മാന്തി. അങ്ങനെ ശരീരം ഒട്ടാകെ നീരൊലിച്ചു. ദുർഗന്ധമായപ്പോ ഗ്രാമവാസികൾ അയ്യൂബ് നബിയോട് മാറി താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ നാടിന്റെ പുറം ഭാഗത്ത് അയ്യൂബ് നബിക്ക് ഒരു ഷെഡ് ഉണ്ടാക്കി കൊടുത്തു. അസുഖം മാറുന്നത് വരെ അവിടെ കഴിഞ്ഞോളൂ എന്ന രൂപത്തിൽ അയ്യൂബ് നബിയെ പുറത്തേക്ക് മാറ്റി.
ജനങ്ങൾ അയ്യൂബ് നബിയുമായി അകലം പാലിച്ചു. അപ്പോഴൊക്കെ അയ്യൂബ് നബിയെ വിടാതെ പിന്തുടരുകയും അയ്യൂബ് നബിക്ക് ഭക്ഷണം കൊടുക്കുകയും അഴുക്കുകൾ വൃത്തിയാക്കുകയും രോഗ ശുശ്രൂഷ നടത്തുകയും ചെയ്തിരുന്നു അവിടുത്തെ ഭാര്യ റഹ്മത്ത് ബീവി. അത് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടിയാണ്. തറവാട് അങ്ങനെ ഒന്നുണ്ടല്ലോ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടിയാണ് റഹ്മത്ത് ബീവി. അങ്ങനെ ശരീരമൊട്ടാകെ നശിച്ചു. ഈ അസുഖം നാവിലേക്കും കൽബിലേക്കും ബുദ്ധിയേക്കും ബാധിക്കുമോ എന്ന് പേടിച്ചു. ദിക്ർ ചെല്ലാനും നിസ്കരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു എന്ന് തുടങ്ങിയപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരു ദുആ നടത്തി. റബ്ബി ഇന്നി മസ്സനിയല്ലുറു വ അൻത അർഹമുർ റാഹിമീൻ. അല്ലാഹുവേ, എനിക്ക് ഇടങ്ങേറെത്തിയിട്ടുണ്ട്. വ അൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനല്ലേ. അവിടെ അയ്യൂബ് നബി നടത്തിയ പ്രയോഗം, ഇന്റത് മാറ്റിത്തരണേന്ന് ആര് പറയുന്നില്ല? അയ്യൂബ് നബി പറഞ്ഞില്ല. അയ്യൂബ് നബി അപ്പോഴും അടിമനെ അള്ള പരീക്ഷിക്കുകയാണെങ്കിൽ പരീക്ഷിക്കട്ടെ, അത് അള്ളാന്റെ ഇഷ്ടം, അള്ളാന്റെ ഇഷ്ടം നടക്കട്ടെ. അള്ളാന്റെ ഇഷ്ടം എന്റെ ഇഷ്ടം എതിരാകുമ്പോ അള്ളാന്റെ ഇഷ്ടം നടക്കട്ടെ, അതിനാണ് പ്രാമുഖ്യം എന്ന നിലക്ക് മൂപ്പര് അപ്പോഴും മാറ്റിത്തരണമെന്ന് തോന്നിയില്ല. റബ്ബി ഇന്നി മസ്സനിയല്ലുറ്, അള്ളാഹുവെ എനിക്ക് ഇടങ്ങേറെത്തിയിട്ടുണ്ട്. വ അൻത അർഹമുർ റാഹിമീൻ, നീ കരുണ ചെയ്യുന്നവരിൽ വലിയവനല്ലേ എന്ന് അത് മാത്രമേ പറഞ്ഞുള്ളൂ. മാറ്റിത്തരണം എന്നുള്ളത് പറഞ്ഞാൽ അദബ് കേടാകുമോ എന്ന് അദ്ദേഹത്തിന് ഭയം. അള്ളാന്റെ ഇഷ്ടല്ലേ, അള്ളാന്റെ ഇഷ്ടം അള്ള നടത്തട്ടെ, അതിലപ്പുറം എനിക്ക് ഇഷ്ടല്ല എന്ന രൂപത്തിൽ തവക്കുലിന്റെ പ്രതീകമായിട്ട് മാറിയിരിക്കുകയാണ് മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഈ ദുആ അങ്ങ് വന്നപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഉർഖുദ് ബിരിജ്ലിക, നിങ്ങളെ കാലുകൊണ്ട് ഒന്ന് ചവിട്ടി. അവിടെ ചവിട്ടിയപ്പോൾ അവിടെ വെള്ളം പൊന്തി. വെള്ളം പൊന്തിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഹാദാ മുഗ്തസലുൻ ബാരിദുൻ വശറാബ്, നിങ്ങൾക്കൊന്ന് കുളിക്കാനും കുടിക്കാനുമുള്ള വെള്ളമാണ്, അത് രണ്ടും ചെയ്യൂ എന്ന് പറഞ്ഞു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ചെയ്തപ്പോ അതോടുകൂടെ അയ്യൂബ് നബിയുടെ അസുഖം ഫുള്ള് മാറി, പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നു. അതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി. നാടിന്റെ പുറത്ത് ഒറ്റപ്പെട്ട് ഷെഡിൽ രോഗിയായി കഴിയുന്ന അയ്യൂബ് നബിക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ഭാര്യ പോകുന്ന സന്ദർഭത്തിൽ ഭാര്യ ഒരു കാഴ്ച കണ്ടു. ഒരു ഡോക്ടർ അവിടെ ഇരിക്കുന്നു. ആ ഡോക്ടറുടെ അടുത്തേക്ക് രോഗികളുടെ തിരക്കാണ്. പോയ രോഗികൾക്ക് മുഴുവനും ശിഫ കിട്ടിയിട്ടാണ് വരുന്നത്. ആരാണത്? ഇബ്ലീസാണ്. ഈ ഒരു രംഗം അയ്യൂബ് നബിയുടെ ഭാര്യ കണ്ടപ്പോ അയ്യൂബ് നബിയുടെ ഭാര്യ നേരെ അവിടെ ചെന്നു, എനിക്കൊരു രോഗിയുണ്ട്. അപ്പൊ അയ്യൂബ് നബിയുടെ ഭാര്യനെ കണ്ടപ്പോ തന്നെ ഓൻ പറഞ്ഞു, അതാ ഒരു സ്ത്രീ മാറി വരുന്നുണ്ട്, അതിന് പ്രത്യേകം സൗകര്യം ചെയ്തു കൊടുക്കണം, അതിനാണ് ഇപ്പൊ ഇതൊക്കെ ഓൻ ചെയ്യണേ തന്നെ. അയ്യൂബ് നബിയുടെ ഭാര്യ വന്നപ്പോ ഈ വിഷയം ശ്രദ്ധപ്പെടുത്തിയപ്പോ ഓൻ പറഞ്ഞ്, അസുഖം ഞാൻ മാറ്റിത്തരാം, പക്ഷെ അസുഖം മാറിയാൽ എന്റെ മുമ്പിൽ വന്നിട്ട് അന്ത ഷഫൈത്തനി, നീയാണ് എന്റെ അസുഖം മാറ്റി തന്നത് എന്ന് പറയണം. ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഈ വിവരവുമായിട്ട് അയ്യൂബ് നബിയുടെ ഭാര്യ നേരെ അയ്യൂബ് നബിന്റെ അടുത്ത് വന്നു. വഴിയിലൊരു ഡോക്ടർ ഉണ്ട്, നല്ല ഷിഫയുണ്ട്, ഞാൻ നിങ്ങളുടെ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ രോഗിയായ അയ്യൂബ് നബിക്ക് ദേഷ്യം. നിന്നെ ഞാൻ ശരിയാക്കി തരാം, അത് ഇബ്ലീസാണ്, അത് വന്നിട്ടാ എൻ്റെ അടുത്ത് പറയുന്നത്, ഇത് കഴിഞ്ഞാൽ നിനക്ക് എന്തായാലും എൻ്റെ അടുത്ത് നിന്ന് അടിയുണ്ട് എന്നൊരു വാക്ക് അയ്യൂബ് നബി അപ്പൊ പറഞ്ഞു പോയി. കാരണം ഈ ഒക്കെ നടക്കുന്നത് പരീക്ഷണല്ലേ. അതാണ് അല്ലാഹു തആല പറഞ്ഞത്, വഖുദ് ബിയദിക്കൽ യഹ്സൻ, എന്നാ ഒരു പുല്ലും കെട്ടെടുത്തോളി അയ്യൂബ് നബിയെ, വദരിബി, അതുകൊണ്ട് നിങ്ങൾ തല്ലിയാ മതി. വലാ തഹനസ്, സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം പൊളിക്കണ്ട, ഒരു ചെറിയ പുല്ലിന്റെ കെട്ടെടുത്തിട്ട് നിങ്ങൾ അടിച്ചാൽ മതി എന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹു പറയുകയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഭർത്താവിനെ നോക്കിയതിന്റെ പേരിൽ അല്ലാഹു തആല കൊടുത്തതെന്താ? അയ്യൂബ് നബിയുടെ അസുഖം മാറിയപ്പോ ഈ ഭാര്യയുടെ യൗവനം അല്ലാഹു തആല തിരിച്ചു കൊടുത്തു എന്നും
വീണ്ടും അവർക്ക് മക്കളുണ്ടായി എന്നും വിശുദ്ധ ഖുർആനിൽ തന്നെ വവഹബ്നാ ലഹു അഹ്ലഹു, അല്ലാഹു തആല അഹ്ലിനെ തിരിച്ചു കൊടുത്തു. അവരുടെ പഴയ സൗന്ദര്യവും കൊഴിഞ്ഞു പോയ യൗവനവും അല്ലാഹു തആല തിരിച്ചു കൊടുത്തു. എന്നിട്ട് അല്ലാഹു തആല അവസാനമായിട്ട് അയ്യൂബ് നബിയെ പറ്റി ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്നാ വജദ്നാഹു സാബിറ നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. നല്ല ഒരു സബൂറുള്ള അടിമയായിട്ടാണ് അയ്യൂബിനെ നമ്മൾ എത്തിച്ചത്. നിഅമൽ അബ്ദു ഇന്നഹു അവ്വാബ്. എത്ര നല്ല അടിമയാണ് അയ്യൂബ്, ഇത്രത്തോളം റബ്ബിലേക്ക് ഖേദിച്ച് മടങ്ങുന്ന അടിമയാണ് എന്ന് അള്ളാഹുവിന്റെ ശരിയായ ഒരു പുകഴ്ത്തലും കൂടി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കിട്ടി. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് പരീക്ഷണങ്ങൾ പദവി ഉയർത്താനാണ്. പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനോട് ദേഷ്യപ്പെടരുത്. സങ്കടങ്ങൾ അള്ളാഹുവിനോട് പറയാ, പടപ്പുകളോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സങ്കടങ്ങൾ അള്ളാഹുവിനോട് പറയാ. അന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മോനെ കാണാതെ ആയപ്പോ പറഞ്ഞില്ലേ, ഇന്നമാ അഷ്കു ഹസ്സി വബുഹ്സിനി ഇലല്ലാഹ്, എന്റെ പ്രയാസങ്ങളൊക്കെ ഞാൻ അള്ളാഹിനോടേ പറയുന്നുള്ളൂ, വേറെ ആരോടും പറയുന്നില്ല എന്ന്. ഈ സങ്കടം അള്ളാഹുവിനോട് പറയാം. മറ്റൊന്ന്, ഭർത്താവിന്റെ അസുഖ സമയത്ത് ശുശ്രൂഷിച്ച ഒരു ഭാര്യയെ അല്ലാഹു തആല എല്ലാവിധ ആഗ്രഹിക്കുന്നതൊക്കെ കൊടുത്ത് അല്ലാഹു തആല അവർക്ക് പ്രതിഫലം നൽകിയിരിക്കുകയാണ്. ഭാര്യയുടെ സ്നേഹം അറിയണമെങ്കിൽ ഭർത്താവിന്റെ ഇതേപോലത്തെ അവസ്ഥകൾ വരണം എന്നാണ് ഇതിൽ നിന്ന്. നല്ല തറവാടുള്ള പെണ്ണായതുകൊണ്ടാണ്, യൂസുഫ് നബിയുടെ പേരക്കുട്ടിയാണ് എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അല്ലാഹു തആല അവരോട് കൂടെ നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തെരുമാറാകട്ടെ. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഓതുവാനും പാരായണം ചെയ്യുവാനും പ്രചരിപ്പിക്കുവാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. AG സിയാദ് എന്ന കുട്ടിയുടെ 9ാം ബർത്ത്ഡേയുടെ ഭാഗമായി ഇന്നലെ ഖുർആൻ പഠിക്കുന്ന നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നു. വേറൊരു സഹോദരൻ ഭക്ഷണത്തിലേക്ക് നല്ലോണം സംഭാവന ചെയ്ത് അല്ലാഹു തആല കുട്ടിക്ക് ശോഭനമായ ഭാവി നൽകട്ടെ. ആ സ്വതക്ക ചെയ്തതൊക്കെ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.